ഞാനും രശ്മിയും ഒരു ജമൈക്കൻ എന്നാ പറഞ്ഞത് പരേഡ്, ഒരു ജമൈക്കൻ പരേഡുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇവിടുത്തെ ഈ സ്റ്റേറ്റിലെ ക്യാപിറ്റലിൽ. അത് കാണാൻ പോവാം. ഞങ്ങൾ കാർണിവൽസ് ഒന്നും കണ്ടിട്ടില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു കൾച്ചറിൻ്റെ കാർണിവൽ ആകുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ കാണാൻ കിട്ടും. അപ്പം അതിനു വേണ്ടി പോവാം. വേറെ ആരുമില്ല, ഞാനും രശ്മി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. ഈ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ്. ഇവിടെയാണ് ഇന്ന് കാർണിവൽ ഉള്ളത്. അപ്പം നമ്മൾ ക്യാപിറ്റലിൽ വണ്ടി ഓടിക്കുമ്പോൾ ശകലം സൂക്ഷിക്കുക, കാരണം ഇവിടെ ഒത്തിരി പെഡസ്ട്രിയൻസ് ഉണ്ട്. ആരും ഇല്ലല്ലോ ഇവിടെ, എല്ലാരും കാർണിവൽ കാണാൻ പോയതായിരിക്കും. കാർണിവൽ എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഇവിടുത്തെ ട്രാഫിക് എല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ തപ്പുവാണ്. ഇതിന് അപ്പുറത്തെ ഒരു സ്ട്രീറ്റിലാണ്, അപ്പുറത്തെ ഒരു ബ്ലോക്കിലാണ്. നോക്കാം. നല്ല രസമായി ഇവിടെ ചുമ്മാ ഇങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. അവിടെ പാട്ടൊക്കെ കേൾക്കാം, മിക്കവാറും അവിടെ ആയിരിക്കും. നമുക്ക് സ്ഥലം കിട്ടി. അവിടെ നല്ല പാട്ടും കൂത്തും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സ്ട്രീറ്റും ക്ലോസാണ്. രശ്മി പറയുക ഇത് കാണാനാണ് എന്നെ വിളിച്ചതെന്ന്. ഭയങ്കര ബഹളമാ. നല്ല പരിപാടിയാ കേട്ടോ. Because the Bible, it explains everything. Everything that we have a question about. I can tell you right now, a lot of 17-year-olds, this is the first and mine, right? Like this
കഞ്ചാവിൻ്റെ മണമാണ്. കഞ്ചാവ്. നല്ലൊരു പരിപാടിയായിരുന്നു. ആദ്യമായിട്ടൊരു കാർണിവൽ കണ്ടു. നല്ല ആൾക്കാർ, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഒരു സുഖം തോന്നി. ഞങ്ങൾക്ക് ഭയങ്കര ചൂട് തോന്നുക. അപ്പം ഒരു സാധനം കുടിക്കാൻ വേണ്ടി വന്നു. അപ്പം ഇത് രശ്മിയുടെ സാധനം, ഇതെൻ്റെ സാധനം. ജലാറ്റിൻ ഡ്രിങ്ക്, പേരറിയത്തില്ല. ഇത് മിൽക്ക് ഷേക്ക്. അകത്തൊന്ന് തോണ്ടിയെടുത്ത് എനിക്ക് തന്ന ശാലം. ഇവിടുന്ന് രശ്മി കഴിക്കുന്ന കാപ്പിയുടെ ടേസ്റ്റാണ്. ഞാൻ നല്ല മാംഗോ ഷേക്ക്. ഞങ്ങളുടെ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞു. ഞാനൊരു നല്ല മാംഗോ ഷേക്ക് കുടിച്ചു. രശ്മി തൻ്റെ ഐസ്ക്രീം പോലത്തെ സാധനം. ചുമ്മാ സ്ട്രീറ്റ് വഴി നടക്കാൻ നല്ല രസമാണ്. ഇവിടുത്തെ സ്ട്രീറ്റിലെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ട്രീറ്റ് പോലെ ഒത്തിരി പബ്ലിക് കാണുകയില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 കാറ്, ഒത്തിരി കുറച്ച് ആൾക്കാർ. ചുമ്മാ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇതുപോലെയാണ്. ഇതാണ് ഇവിടുത്തെ സിറ്റി സെൻറ്റർ. ഞാനും രശ്മിയും മാത്രമായിട്ട് ഇതുപോലെ ഒരു വാക്കിന് ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഒത്തിരി വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും മാത്രം ഇതുപോലെ ഒരു പുതിയ സ്ഥലത്ത് വാക്ക് ചെയ്യാൻ ഇറങ്ങി. അല്ലേ? ഓർമ്മകൾ ഞങ്ങൾ പുതുക്കുവാണ്. എവിടെയാണ് ഞങ്ങൾ ഇപ്പം എത്തിയതെന്ന് അറിയത്തില്ല. ഞങ്ങൾ സിറ്റിയുടെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ടോ, ഇതുപോലത്തേക്ക് ഒരു ലോ മെയിൻറ്റെയിൻഡ് ഭാഗമുണ്ട് സിറ്റിയിൽ. ഞങ്ങളെ അങ്ങേ അറ്റത്താണ്. ശകലം പേടിയുണ്ട്, പക്ഷേ കുഴപ്പമില്ല. രശ്മിക്ക് ഞാനുള്ളതുകൊണ്ട് ശകലം ധൈര്യം. പേടി ഓടിക്കളഞ്ഞാലോ? എന്നെ തോക്ക് കാണിച്ചാൽ ഞാൻ ഓടും. തോക്കല്ലേ ഇവിടെ കാണിക്കും, അതല്ലേ പേടി. ഇതൊക്കെ ഇവിടുത്തെ സിറ്റിയുടെ അങ്ങ് പഴയ കാലമില്ലേ, 150 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോരോ ബിൽഡിങ്സാണ് ഇത്. അന്നത്തെ കാലത്ത് ഞാനും രശ്മി ഒരു ഡേറ്റിന് ഇറങ്ങിയതാ. ഞങ്ങൾക്കും വേണ്ട ഒരു അവർ ടൈം. ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമായിരുന്നു, പക്ഷേ ജ്യൂസ് കുടിച്ചപ്പോൾ മതിയായി. മിൽക്ക് ഷേക്ക്. അവിടെ എന്നാന്ന് പോയി നോക്കാം. സിറ്റി മാർക്കറ്റ് 1914. ഞാൻ പറഞ്ഞില്ലേ, ഇത് 100 വർഷം മുമ്പത്തെ ഇത് ഈ ബിൽഡിങ്ങൊക്കെ.
ഇത് പ്രോപ്പർ സിറ്റിയുടെ നടുക്ക് ഞങ്ങൾ എത്തി. അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. Sign is on the cross. Blunt. ഒരു അടിപൊളി ടെസ്ല. അതിനകത്തിരിക്കുന്ന ആൾ എന്നെ കൈ പൊക്കി കാണിക്കുക, ഹലോ എന്ന് പറയുക. നല്ല അടിപൊളി ടെസ്ല അത്. ചുമ്മാ ഇങ്ങനെ സിറ്റി കൂടെ നടക്കാൻ എന്ത് രസമെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇതേ ഡൈനോസർ അല്ല ഇവിടെ ഇതൊരു ബസ്. ഇതിവിടുത്തെ ബസ് കേടായി കിടക്കാൻ തോന്നുന്നു. നല്ല നല്ല ആർക്കിടെക്ചർ. ഈ US-ലെ ഒത്തിരി പഴയ ബിൽഡിങ്ങൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ അതെല്ലാം ഇതുപോലെ ചുമന്ന ഇഷ്ടികയിലായിരിക്കും അവർ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് പുതിയ രീതിയിലുള്ള പെയിൻ്റ് ഒന്നും അടിക്കുകയില്ല. ഇഷ്ടിക. അപ്പം അതുണ്ടോ അവിടെ എല്ലായിടത്തും ഏതൊക്കെയാണോ പഴയ ബിൽഡിങ് അതെല്ലാം ഇതുപോലത്തെ ഒരു ഷെയ്ഡ് കൊടുക്കും അവർ ഇഷ്ടികയുടെ. ഈ അമേരിക്കയിൽ എല്ലാ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ലോകത്തിലെ ഏത് കോർണറിലെ ആൾക്കാരും അവരുടെ ഒരു കമ്മ്യൂണിറ്റി അമേരിക്കയിൽ കാണും. അപ്പോൾ ഇതുപോലത്തെ എല്ലാ കമ്മ്യൂണിറ്റിയും ഇതുപോലത്തെ ഓരോരോ ഫെസ്റ്റിവലൊക്കെ വരുമ്പം അവരവരുടെ ഒരു കാർണിവൽ അതുപോലത്തെയൊക്കെ ഓരോരോ ഐറ്റംസ് അവരിവിടെ ചെയ്യും. അത് നമുക്കും ഒരു നല്ലതല്ലേ? ആ കമ്മ്യൂണിറ്റിയെ പറ്റി നമുക്കും അറിയാൻ പറ്റും, ആ ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. ഞങ്ങൾ തിരിച്ചു പോവുക. ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ സൂര്യനെ? ഇന്ത്യ സൂര്യൻ ഭയങ്കര ചൂടാണ്. ഇതിവിടുത്തെ ഒരു വിക്ടോറിയൻ സമയത്തെ വീട്. ഞങ്ങളിവിടെ വന്നത് ജമൈക്കൻ കാർണിവൽ കാണാനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു രശ്മിയുടെ കൂടെ ഒരു വാക്കും കൂടെ ആയി. നല്ലൊരു വീക്കെൻഡ്. ഇതൊക്കെ ഏതോ ഹിസ്റ്റോറിക് സ്ഥലങ്ങളാണ്. ഈ ചർച്ചാണോ ഇത് രശ്മി? ചർച്ചോ ഹോസ്പിറ്റലോ ആയിരിക്കും. ചർച്ചാ? ക്രൈസ്റ്റ് ചർച്ച്. ശരിയാ, രശ്മി പറഞ്ഞത് ശരിയാ, ഇത് ചർച്ചാ. രശ്മി പറയുന്നത് എല്ലാം ശരിയാണെന്നറിയാം. ഇതെല്ലാം ഗവൺമെൻറ് ഓഫീസസ്. ഇവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയുടെ ഒക്കെ ഓരോ സ്ഥലങ്ങളാണ് ഇത്. ഇവിടെ മൊത്തം ഗവൺമെൻറ് സ്റ്റേറ്റ് ബാർ എന്നോ സ്റ്റേറ്റിൻ്റെ ബാറോ. നല്ല രസമാണ് നടക്കാൻ. ഈ മരത്തിൻ്റെ വണ്ണം കണ്ടോ? ഉയ്യോ. ഇന്ന് ഞങ്ങൾ കാണാൻ പോയ ജമൈക്കയുടെ ആ കാർണിവൽ, അവിടുത്തെ ആൾക്കാർ എന്നാ ഹാപ്പിയാണെന്നറിയാം. ഡാൻസും കൂത്തും നല്ല ഹാപ്പി ഫേസ്. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. ശനിയും ഞായറും പാർക്കിംഗ് ഫ്രീ ആണ്. ഞങ്ങൾ രണ്ടും കരിഞ്ഞുപോയി. എന്നാ ചൂടാണെന്നറിയോ? എൻ്റെ പൊന്നെ നോക്കി. ടെമ്പറേച്ചർ നോക്കിയെന്ന് പറയാമോ രശ്മി? എന്നാ ചൂടാ. AC ഇട്ടിട്ട് ഒരു രക്ഷയില്ല. അതായി വരുന്നു. ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയായിപ്പം? 33. ഹീറ്റ് അഡ്വൈസറിയാണ്. ഭയങ്കര ചൂടാണ്. ഇന്നലെ എൻ്റെ ഉറക്കം ശരിയായില്ല. ഇതുണ്ടോ? കണ്ണൊക്കെ ഇങ്ങനെ ഇടുമ്പിച്ചിരിക്കുക. ശബ്ദവും അമിതാഭ് ബച്ചൻ്റെ പോലെയായി. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ പിന്നെ ഒരു സിറ്റി ടൂറിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായ സ്ഥലങ്ങളെല്ലാം കാണിക്കും. ഇന്ന് നമ്മുടെ വന്നതിൻ്റെ പർപ്പസ് അതല്ലാത്ത കൊണ്ട് ഞങ്ങൾ
ഞങ്ങൾ ഹിസ്റ്റോറിക് സ്ഥലം കാണിക്കുന്നില്ല. ഇനി വരുമ്പോൾ ഞങ്ങൾ പ്രോപ്പർ സിറ്റി ടൂറിങ് ചെയ്യും. അപ്പോൾ അവിടെ നല്ലപോലെ നടന്ന് സമയം നല്ലപോലെ ചിലവാക്കിയിട്ട് അവിടുത്തെ ഓരോരോ ഹിസ്റ്റോറിക് പ്ലേസസ് കാണിക്കുന്നതാണ്. ഞങ്ങൾ വീടെത്തി. അരമണിക്കൂറിൻ്റെ റൈഡായിരുന്നു. നല്ല ഓർക്ക ക്ഷീണം. ഇനി ഒന്ന് ഉറങ്ങണം നല്ലപോലെ. ബാക്കി രശ്മി പറയും. എന്താ പറയാ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.